ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മച്ചാട് മാമാങ്ക ഐതിഹ്യങ്ങൾ ചിത്രരചനയിലൂടെ രചിച്ച അജിതൻ പുതുമന വിസ്മയമാകുന്നു. പ്രകൃതി സൗകുമാര്യം കനിഞ്ഞനുഗ്രഹിച്ച പച്ചപ്പട്ടണിഞ്ഞ മാമലകളും പൊയ്ക്കുതിരകളും മാമാങ്ക സവിശേഷതകളായ കുംഭകുടം, ആചാരാനുഷ്ഠാനങ്ങളിൽ ഏറെ വൈവിധ്യം പുലർത്തുന്ന പറയെടുപ്പ് തുടങ്ങി ആണ്ടി, തിറ, പൂതൻ തുടങ്ങിയ കലാരൂപങ്ങളും ക്യാൻവാസിൽ വരച്ച ചുമർ ചിത്രങ്ങൾ ഉത്സവ പ്രതീതിയാകുന്ന നാടിൻ്റെ സ്പന്ദനം ചിത്രകലാരചനയിലൂടെ ജയരാജ് ഇളയതിൻ്റെ വസതിയിലെ ചുമരിൽ പ്രതിഫലിക്കുമ്പോഴുണ്ടാകുന്ന ചാരിതാർത്ഥ്യം കണ്ടാസ്വദിക്കുകയാണ് നാടും നാട്ടുകാരും. ആചാര്യനായ മമ്മിയൂർ കൃഷ്ണൻകുട്ടി നായരുടെ ശിഷ്യനാണ് അജിതൻ പുതുമന. ഗുരുവായൂർ ചുമർ ചിത്ര പഠന കേന്ദ്രത്തിൽ ആദ്യത്തെ ബാച്ചിൽ 5 വർഷത്തെ നാഷണൽ ഡിപ്ലോമ കോഴ്സ് പാസ്സായ ഒല്ലൂർ സ്വദേശി അജിതൻ പുതുമന കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളായ ഗുരുവായൂർ ക്ഷേത്ര ചുറ്റുമതിൽ, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീചിത്ര മ്യൂസിയം, കരിപ്പൂർ വിമാനത്താവളം തുടങ്ങി അന്യ സംസ്ഥാനങ്ങളിലും അജിതൻ പുതുമനയുടെ ചിത്രരചനാ പ്രാവീണ്യം ആലേഖനം ചെയ്തിട്ടുണ്ട്. ഓരോ ക്ഷേത്രാചാരങ്ങളും അവിടെ ചെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഉത്സവങ്ങളിലെ ചരിത്ര പ്രാധാന്യങ്ങളും ഉൾക്കൊണ്ട് സ്വായത്തമാക്കുവാൻ 2 മാസത്തോളം അതാത് മേഖലയിൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടാണ് ഒട്ടും തനിമ ചോരാതെ ക്യാൻവാസിലേക്ക് പുതുജന്മം നൽകുന്ന പോലെ രചിക്കുന്നത്. ഈ ചിത്രം വരയ്ക്കാനായിട്ട് ജയൻ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ കുറേ ഐഡിയകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം ഞാൻ സ്ഥിരം ഒരു സന്ദർശകനായിരുന്നു ഈ മച്ചാട് മാമാങ്കത്തിന്. അപ്പോൾ അത് ഭയങ്കര കളർഫുള്ളായിരിക്കും എന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അങ്ങനെ ഒരു നല്ലൊരു ആശയമാണെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത്. അത് ചിത്രത്തിലാക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലൊരു ആഹ്ലാദവും അതുപോലെ അത് എങ്ങനെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളൊരു ചലഞ്ചിങ് ഒരു സംഭവമായിരുന്നു. കാരണം ഒരു ചെറിയ ക്യാൻവാസിൽ ഇത്രയധികം ഫിഗേഴ്സിനെ നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ളത് ഭയങ്കര ഒരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം കുറേ സ്കെച്ചുകൾ ഇട്ടു, അതിന് വേണ്ടുന്ന കുറേ റെഫറൻസ് ഇതിനു വേണ്ടി കുറേ നാൾ അതിൻ്റെ പിന്നാലെ നടന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ചിത്രത്തിൽ ഈ പെയിൻറ്റിങ്സിലേക്ക് വന്നത്. കാരണം ഇതിനു വേണ്ടി കുറേ ഡ്രോയിങ്ങുകൾ ഞാൻ ചെയ്തു. പിന്നെ ഒരു 8x4 സൈസാണ് ഈ ക്യാൻവാസ് വരുന്നത്. അപ്പോൾ ഇത്രയും ഫിഗറുകൾ ഇത്രയും ചെറിയ ക്യാൻവാസിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണത്. കാരണം ഈ ശരിക്കൊരു ചിത്രം നമ്മൾ ആസ്വദിക്കുമ്പോൾ അതിൻ്റെ ഐക്കണോഗ്രാഫി, അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ നമ്മുടെ അതിൻ്റെ രൂപീകരണം, ഏകീകരണമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കളർ എന്ന് പറയുന്നത് സെക്കൻഡറി വരുന്നത്, സ്കെച്ചാണ് അതിന് മെയിൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോസിങ് ഭയങ്കര റിസ്ക് ആയിരുന്നു. ശരിക്കും ടൈം എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. കമ്പോസിങ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കളറിലേക്ക് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ കളറിങ് എല്ലാം കൂടി വന്നപ്പോൾ ഭയങ്കരമായിട്ട് നല്ലൊരു ഇതിലേക്ക് വന്നു. എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചേക്കാൻ നല്ലൊരു റിസൾട്ട് ഈ പെയിൻറ്റിങ്ങിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റി. ശരിക്കും നമ്മുടെ വള്ളുവനാടൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു കൂടിച്ചേരലാണല്ലോ മച്ചാട് മാമാങ്കം എന്ന് പറയുന്നത്. മതമൈത്രിയാണ് ശരിക്കും. അത് എല്ലാ മതങ്ങളും കൂടിച്ചേർന്ന് ഒരു ഭയങ്കര ഒരു ദേശത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് വരുന്നൊരു സംഭവമല്ലേ. അപ്പോൾ ആ രീതിയിൽ ഒരു ഉത്സവം എന്നുള്ളൊരു മനസ്സിനെ ആഹ്ലാദപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് ഞാൻ പെയിൻറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. തെയ്യം, തിറ, അതുപോലെ ഈ എന്താ പറയുക കുംഭക്കുടത്തിൻ്റെത്, അതുപോലെ ഈ മറ്റേ കുട, അങ്ങനെയുള്ള കുതിരകളും, പിന്നെ മലയുടെ ഒരു പശ്ചാത്തലം വരുന്നുണ്ട്. വടക്കഞ്ചേരി പ്രദേശത്തിൻ്റെ മല, തെങ്ങുകൾ, പ്രകൃതിയെ ശരിക്കും അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാം കൂടിയിട്ടുള്ളൊരു സംയോജനമായിട്ടാണ് ഈ മച്ചാട് മാമാങ്കത്തിനെ ഒരു പെയിൻറ്റിങ് രൂപത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. കലാകാരന്റെ അർപ്പണ മനോഭാവത്തോടെയാണ് ഓരോ ചിത്രരചനയും അജിതൻ പുതുമന പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹത്താൽ പൂർത്തീകരിക്കുന്നത്. മാമാങ്കവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം, അത് നമ്മുടെ പ്രകൃതിയായ രീതിയിലുള്ള ചിത്രം ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പലതരത്തിലുള്ള ചിത്രങ്ങളും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും കേരള മ്യൂറൽ രീതിയിലുള്ള ചിത്രങ്ങൾ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ട്. മാമാങ്കം എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ ഉത്സവം മാത്രമല്ല, അത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാർഷിക ഉത്സവം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അത് ഒരുപാട് കാലത്തെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ 2 മാസമായിട്ട് എൻ്റെ സഹോദരി ഭർത്താവ് കൂടിയായിട്ടുള്ള പ്രശസ്ത ചിത്രകാരൻ അജിതൻ പുതുമനയാണ് ഈ ചിത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതിൽ വർക്ക് പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം. ഇനിയും കുറച്ച് നാളുകൾ കൂടി വർക്ക് ചെയ്യേണ്ടി വരും. മാമാങ്കത്തുമായി ബന്ധപ്പെട്ട് മാമാങ്കത്തിൻ്റെ നടക്കുന്ന തിരുവാണിക്കാവ് ക്ഷേത്രം, അതുപോലെ പറ പുറപ്പെട്ട് ഭഗവതിയുടെ ആലിനോടുള്ള പ്രദക്ഷിണം, ക്ഷേത്ര പ്രദക്ഷിണം, പറയെടുപ്പ്, അതുപോലെ തന്നെ കുതിരവരവ്, ഹരിജൻ പൂരം, കുംഭക്കുടം തുടങ്ങി മാമാങ്കത്തിൻ്റെ എല്ലാ മേഖലകളും സ്പർശിച്ചുകൊണ്ടുള്ള വളരെ ബൃഹത്തായ ഒരു ചുമർ ചിത്രമാണ് ഇത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് മാമാങ്കം ചുമർ ചിത്ര രീതിയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചിത്രമായിരിക്കാം ഇത് എന്ന് തോന്നുന്നു. അത് ഞങ്ങളുടെ മാമാങ്കവുമായി ബന്ധപ്പെട്ട അരീക്കരയില്ലത്ത് വരണം എന്നുള്ളത് തന്നെ ഞങ്ങളുടെ വളരെ കാലത്തെ ആഗ്രഹമാണ് അജിതൻ പുതുമന ഈ വഴിയിലൂടെ നിർവഹിച്ചത്. ഇതിന് ഒരുപാട് സന്തോഷമുണ്ട്.